മധുരയിൽ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് വേദിയായ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിയിരിക്കുകയാണ് പി സരിൻ. അങ്ങ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നടക്കാൻ തുടങ്ങിയ ശേഷം, അല്ലെങ്കിൽ പി സരിൻ സഖാവ് സരിനായ ശേഷമുള്ള ആദ്യ പാർട്ടി കോൺഗ്രസ് ആണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അനുഭവം? ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിനും 4 ദിവസം കൊല്ലത്ത് ഉണ്ടാവാൻ സാധിച്ചു. ഞാനൊരു പ്രതിനിധിയല്ല എങ്കിൽ പോലും ആദ്യ പാർട്ടി കോൺഗ്രസ്, പാർട്ടിയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ പാർട്ടി കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഇവിടെ വരിക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇന്നലെ വൈകിട്ട് എത്തിയത്. ഇനി അടുത്ത 4 ദിവസങ്ങളിലൂടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ, അത് പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ വന്ന് 5 ദിവസം ഏകദേശം 80ഓളം മണിക്കൂർ വിവിധ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നടത്തേണ്ടുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരെ കാണാൻ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇടതുപക്ഷ മനസ്സുകളെ കാണാനും പരിചയപ്പെടാനും, ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സഖാവ് എന്നുള്ള വിളിക്ക് ഇവിടെ തോഴർ എന്നാണ് പറയുക. അപ്പോൾ ആ വിളിയോടുകൂടി തന്നെ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് പല DFI സഖാക്കളെയും SFI സഖാക്കളെയൊക്കെ കാണുമ്പോൾ തന്നെ അത് വരുന്നൊരു ഊഷ്മളതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം പൊളിറ്റിക്കലായി ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ ഇരിക്കുന്നത് എന്ത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കരട് രാഷ്ട്രീയ പ്രമേയം വായിച്ച ഒരാളെന്നുള്ള രീതിയിൽ, അത് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളെന്നുള്ള രീതിയിൽ അതിൽ വരുന്ന മാറ്റങ്ങളും അത് പാസ്സാക്കിയെടുക്കുന്നതും, അത് എങ്ങനെയാണ് 23ാം പാർട്ടി കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പ്രമേയം പിന്നീട് ഇന്ത്യ എന്നുള്ള സഖ്യത്തിന് പോലും ജന്മം കൊടുത്തതെന്ന് നമ്മൾ കണ്ടതാണ്. BJP ഇതര പാർട്ടികളെ മുൻനിർത്തിക്കൊണ്ടൊരു ബദൽ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമാക്കുക എന്ന് പറഞ്ഞത് കോൺഗ്രസോ SPയോ തൃണമൂലോ DMKയോ പോലുമല്ല. അത് പറഞ്ഞത് CPM ആയിരുന്നു. CPM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്നപ്പോൾ 2022 ഫെബ്രുവരിയിൽ വന്ന ആ ഒരു തീരുമാനമാണ് പിന്നീട് ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആയി, ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയെ പിടിച്ചു നിർത്തുന്നതിന് സാധ്യമാക്കിയത്. എങ്കിൽ 2029നും അതിനുശേഷവുമുള്ള ഇന്ത്യക്ക് വേണ്ടുന്ന പൊളിറ്റിക്കൽ ദിശാബോധം എങ്ങനെ നൽകണമെന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാകാൻ ഇങ്ങനെയെങ്കിലും സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യ സഖ്യം ഒരു ഭാഗിക വിജയം എന്നാണ് പാർട്ടിയും വിലയിരുത്തിയത്. അതേസമയം BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ പോലും BJPയുടെ താല്പര്യങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് രാജ്യസഭയിൽ വരുന്ന ഈ വഖഫ് ബില്ല്, ഇന്നലെ ലോക്സഭ പാസ്സാക്കിയ ബില്ല്. ഈ ഒരു സാഹചര്യത്തിലും കോൺഗ്രസ് എന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ട് എന്ന് വിലയിരുത്താൻ കഴിയും. ചർച്ച പോലും കേവലം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഭയിലുണ്ടായിരുന്നോ എന്നുള്ളതിനെ ചുറ്റിപ്പറ്റി മാത്രം ചുരുങ്ങുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബോധവും അധപ്പതിച്ചിരിക്കുകയാണ്. അവരൊക്കെ സഭയിലുണ്ട് എന്നും 100 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നും ആ 100 പേരുടെ പ്രതിനിധികളായി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചവർ ഉച്ചരിച്ച വാക്കുകൾ എന്തൊക്കെയാണ് എന്നും കാലം വിലയിരുത്തും. അതിനോടൊപ്പം തന്നെ ഞാൻ ആ ചർച്ചകൾ ഓരോ MPമാരും എഴുന്നേറ്റ് നിന്ന് പറയുന്നത് ഒരു 6 മണിക്കൂറോളം ഇടതടവില്ലാതെ കണ്ടു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ പോലും ഞാൻ സീരിയസ് ആയി കാണാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ കാണിച്ച ബുദ്ധിശൂന്യത, ഉത്തരവാദിത്ത രാഹിത്യം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഒരു സഭയിൽ അത് എതിർത്ത് തോൽപ്പിക്കാൻ എണ്ണം കൊണ്ട് സാധിക്കില്ല. കാരണം JDUയും TDPയും തുറന്ന് പിന്തുണച്ചോടുകൂടി സാങ്കേതികമായി അത് അവിടെ പാസ്സാകുമെന്ന് അറിയാം. എങ്കിൽ പോലും അതിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി, അതിനെ ജനമനസ്സുകളിലേക്ക് ചർച്ച ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് എടുത്ത സമീപനം അത് അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ കാണിച്ച ഒരു ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ ഡോക്യുമെന്റഡ് ആണ്. എങ്ങനെയാണ് ആ സഭയുടെ മുഴുനീള ചർച്ചയിൽ അവർ പങ്കെടുത്തത് എന്നും അവർക്ക് അതിനോടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നും അതോ കാട്ടിക്കൂട്ടൽ മാത്രമായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ കാട്ടിക്കൂട്ടൽ മാത്രമാണ്, പ്രകടനപരതയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ ബോധം. ആ ബോധം കേരളത്തിലും അവരങ്ങനെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM-നെ എതിർക്കുക എന്നും ഒരു CPM വിരോധം കാലാകാലങ്ങളായി കുത്തിവെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകന് കോൺഗ്രസ് നൽകുന്ന ആകെയുള്ള സന്ദേശം. അപ്പോൾ അത് കേരളത്തിൽ അവരുടെ സംഘടനയെ തന്നെയാണ് ദുർബലപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുന്നണി സംവിധാനത്തിലല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു വിധം കേരളത്തിൽ എങ്ങനെയാണോ UDFന്റെ ഭാഗമായി കോൺഗ്രസ് മാറിയത്, അതേ അവസ്ഥയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം ഉണ്ടായപ്പോൾ 100 സീറ്റ് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ അവസ്ഥ. സഖ്യബലത്തിൽ മാത്രമാണ് ആ 100 സീറ്റ് SP-യുടെയും NCP-യുടെയും ഉദ്ധവ് താക്കറെ പക്ഷം ആയിട്ടുള്ള ശിവസേനയുടെയും ഒക്കെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന സീറ്റുകളാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയാത്തിടത്തോളം കാലം സ്വന്തമായി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയം
പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവില്ലാത്തിടത്തോളം കാലം BJPക്ക് വഴിവെട്ടുകയാണ് കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നീട്ടിയെടുത്ത നിലനിൽപ്പ് കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് പ്രാദേശികമായി എങ്ങനെയാണ് രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ പോലും സ്ഥാപിച്ചെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തമിഴ്നാട് മോഡലുണ്ട്. DMK-യുടെ കീഴിൽ സ്റ്റാലിൻ അത് വളരെ കൃത്യമായി ചെറു പാർട്ടികൾക്ക് പോലും അതിൻ്റെതായ അർഹതപ്പെട്ട സ്ഥാനം നൽകി അവരെ ഒരുമിച്ച് നിർത്തി അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയാണെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് പകർന്ന് ആ സഖ്യം നൽകുന്ന ഒരു വിശ്വാസ്യതയുണ്ട് തമിഴ്നാട്ടിൽ. അതിന്റെ തന്നെ മറ്റ് പകർപ്പുകളാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് എന്നും അതിന് ഒരു നായകസ്ഥാനം ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് നയിക്കുന്ന എന്നുള്ള വാക്ക് അവിടെ വരുന്നത്. അത് അപകടകരമായ വിധം ഇന്ത്യൻ ജനാധിപത്യത്തെ പുറകോട്ടാണ് വലിക്കുന്നത് എന്ന് ഒരുപക്ഷെ ഈ സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ നിന്ന് പോലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രമേയം എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകണമെന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്, എങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യ സഖ്യം എന്നുള്ളതിന്റെ ഒരു തുടർച്ചയെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതായിരിക്കാം ഈ സമ്മേളനത്തിൽ നിന്നുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഔട്ട്കം. ഈ വഖഫ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ ഭാഗമായി നിൽക്കുന്ന ജോസ് കെ മാണി എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് രാജ്യസഭയിൽ. അല്ല, അതിൽ അവ്യക്തതയൊന്നുമില്ല. ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിക്ക് ഒരു നിലപാട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാണി കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നിലപാടും ഇന്ത്യയുടെ സെക്യുലർ ആയിട്ടുള്ള മതേതര കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് വഖഫ് അതിന് തുരങ്കം വെക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേവലം അത് മുസ്ലിം പ്രാതിനിധ്യ നിയമം എന്നുള്ള രീതിയിലല്ല അതിനെ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തുറന്ന് എതിർക്കാനുള്ള പൊളിറ്റിക്കൽ ആർജവം മാണി കോൺഗ്രസിനുണ്ട്. അത് തന്നെയായിരിക്കും ജോസ് കെ മാണി രാജ്യസഭയിൽ എടുക്കുന്ന നിലപാട്. അതിൽ തർക്കമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഈ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ പ്രത്യയശാസ്ത്ര ചർച്ചകളാണ്. രാജ്യത്തിന്റെ പാർട്ടിയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള ഭാവി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി വിലയിരുത്തുന്ന ചർച്ചകളാണ്. ഇത്തരം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ, ഒരു പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിയാത്തതിൽ അങ്ങേക്ക് വിഷമമുണ്ടോ? അല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ചർച്ചയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ചയുടെ ഭാഗമായിരിക്കുന്ന മനുഷ്യരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അവരിൽ നിന്ന് കേട്ടറിവുകൾ ഉണ്ടാവുക എന്നുള്ളതും വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരറിവ് എന്നുള്ള രീതിയിലേക്ക് നേരിട്ടൊരു അനുഭവത്തിലേക്ക് എത്താൻ അതിൻ്റെതായിട്ടുള്ള സംഘടനാ മര്യാദകളും അതിൻ്റെ കീഴ്വഴക്കങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്നാണോ അതിന് ഞാൻ ഭാഗമാകുന്നത് എന്ന് സംഘടന വിലയിരുത്തുന്നത്, അപ്പോഴാണ് എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാനും വിലയിരുത്താവൂ എന്നാണ് CPM-ൽ നിന്ന് ഞാൻ കടം കൊള്ളുന്ന ഏറ്റവും വലിയ പാഠം. വ്യക്തിപരമായ വിലയിരുത്തലുകൾക്ക് സ്ഥാനമില്ല എന്നുള്ളതും സംഘടനയ്ക്കാണ് പ്രാധാന്യം എന്നുള്ളതും പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നേരെ മറിച്ച് വ്യക്തിപരമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പോകുന്നവർക്കാണ് ഇതൊക്കെ ഒരു നഷ്ടമായിട്ട് തോന്നുക. പങ്കെടുക്കാൻ പറ്റിയില്ല, പ്രതിനിധി ആയില്ല, അങ്ങനെ ഒരു നഷ്ടബോധത്തിന്റെ ആവശ്യമില്ല. പകരം ഇത് ഞാൻ കാണുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞതും വായിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെ ഒന്നുകൂടി അനുഭവേദ്യമാക്കുന്നതിന് വേണ്ടിയുള്ള 4-5 ദിവസങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 3 വർഷത്തിന് ശേഷം 25ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങൊരു പ്രതിനിധിയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയ്ക്ക് കേവലം വ്യക്തിപരമായ പ്രതീക്ഷകൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല. നേരെ മറിച്ച് മെമ്പർഷിപ്പ് വേണമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനത് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എന്നുള്ള ആദ്യ കടമ്പയിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴേക്കും ഞാനൊരു പാർട്ടി മെമ്പർ ആകുമെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം. എന്തായാലും അടുത്ത ഒരു പാർട്ടി കോൺഗ്രസിൽ ആകുമ്പോഴേക്കും താൻ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം മറ്റ് ഘടകങ്ങൾ കൂടി ആശ്രയിച്ചായിരിക്കും എന്നുമാണ് P. സരിൻ വ്യക്തമാക്കുന്നത്. മധുരയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.